ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം അങ്ങനെ ദുൽഖറിന്റെ അടുത്ത മലയാളം സിനിമയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദുൽഖർ നായകനെ എത്തുന്ന RDXന്റെ സംവിധായകൻ നഹാസ് ഇദ്ദേഹത്തെ സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന സിനിമയുടെ പൂജ ചടങ്ങ് ഇന്ന് മെയ് 3-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് അങ്ങനെ ആരംഭിക്കപ്പെട്ട സിനിമയിലെ ആദ്യ ഷെഡ്യൂളുകളിൽ ആന്റണി വർഗീസിന്റെ സാന്നിധ്യം തന്നെയായിരിക്കും കൂടുതലെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മോളിവുഡിലെ അടുത്ത ഫാന്റസി സിനിമയാണ് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. സൈജു കുറുപ്പ് ഒപ്പം തന്നെ സണ്ണി വെയിൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ടീസർ ഇന്ന് റിലീസായിട്ടുണ്ട്. മെയ് 16-ാം തീയതി ഫാന്റസി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മറ്റൊരു ഫാന്റസി സിനിമയാണല്ലോ ലവ്ലി. 3Dയിൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ റിലീസ് തീയതി കഴിഞ്ഞ ഏപ്രിൽ മുതൽ പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കുകയുണ്ടായി. ഏറ്റവും അവസാനം മെയ് 3 എന്നിവരെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴത്തെ അതിൽ നിന്നും മാറ്റിവെക്കപ്പെട്ടിരിക്കുകയാണ്. മെയ് 16-ാം തീയതിയാണ് സിനിമയുടെ പുതുക്കിയ റിലീസ് തീയതി. ARM സിനിമയുടെ സംവിധായകൻ ജിതിൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ കോംബോയിൽ ഒരു സിനിമ വരുന്നുവെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ പ്രോജക്റ്റ് ലോക്കാക്കപ്പെട്ടിരിക്കുകയാണ്. ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ് എന്നാണ് റിപ്പോർട്ട്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്. ഈ വരുന്ന ആഴ്ച മെയ് 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ദിലീപ് സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ദിലീപിന്റെ ഒരു വർഷത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പുതിയ സിനിമയുടെ ലോഞ്ച് കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ നടന്നത്. സിനിമയുടെ ചെറിയൊരു ടീസർ കട്ട് കൂടി പുറത്തു വന്നിരുന്നു. നല്ലൊരു ടീസർ കട്ടാണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ലോഞ്ച് പരിപാടി കണ്ടപ്പോൾ സിനിമയിലെ ഭൂരിഭാഗം അണിയറ പ്രവർത്തകരും സിനിമയിൽ വളരെയധികം കോൺഫിഡന്റ് ആണ് കാണിക്കുന്നത്. ഈ സിനിമ വിജയിച്ചിരിക്കുമെന്ന് തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ വിലയിരുത്തുന്നു. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. ലാലേട്ടന്റെ ഒരുപാട് വർഷങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരുന്ന സിനിമകളാണ് എമ്പുരാൻ, ബറൂസ്, ഒപ്പം തന്നെ ബെൻസുവാസു എല്ലാം തന്നെ. ആ സിനിമകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. ഇനി വരാനുള്ള ഒരേ ഒരു സിനിമ, പ്രധാനപ്പെട്ട സിനിമ റാം എന്ന സിനിമയാണ്. ഷൂട്ടിംഗ് എല്ലാം തന്നെ 90% പൂർത്തിയായ ഇനി 30 ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കിയുള്ള സിനിമയുടെ ഷൂട്ടിംഗ് വൈകാനുള്ള നിലവിലെ പ്രധാനപ്പെട്ട കാരണം സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെയാണ്. ബഡ്ജറ്റ് ഇഷ്യൂസ് ആണ് കാരണമായി പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ എമ്പുരാൻ എന്ന സിനിമ ലൈക്കയിൽ നിന്നും ഗോകുലം ഗോപാലൻ ടേക്ക് ഓവർ ചെയ്തതുപോലെ ഇപ്പോഴത്തെ റാം എന്ന സിനിമ റാമിന്റെ പ്രൊഡ്യൂസറിൽ നിന്നും ഗോകുലം ഗോപാലനെ ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ചർച്ച വിജയമായാൽ ഉറപ്പായിട്ടും റാം എന്ന സിനിമയുടെ ബാക്കി ഷൂട്ടിംഗ് ഈ വർഷം തന്നെ നടക്കും. സിനിമയുടെ റിലീസും ഉടനെ പ്രതീക്ഷിക്കാം. നല്ല വാർത്ത സംഭവിക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.